അന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കാര്യമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് ഒരാളെ കാണാണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് പോയതാണ്. പോയപ്പോ അവിടെ എത്തിയപ്പോ 2:30 ആയിക്കണം. അപ്പൊ ഫുഡ് കഴിക്കണല്ലോ. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ നമ്മൾ അവിടുന്ന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ച് പിന്നെ നമ്മൾ പോയത് നേരെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള സഫീർ മാളിന്റെ ഉള്ളിൽ. അവിടുന്ന് നമുക്ക് ചെറിയൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ആ സാധനവും വാങ്ങി പിന്നെ നേരെ അവിടുന്ന് ഇറങ്ങി നമുക്ക് ചെറിയൊരു വണ്ടി നോക്കാണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടി നോക്കാൻ വേണ്ടി പോണ വഴിക്ക് കണ്ട സാധനമാണിത്. അങ്ങനെ നമ്മൾ ആ വണ്ടിന്റെ അടുത്ത് എത്തി ആ വണ്ടിയൊക്കെ നോക്കി. വണ്ടിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, പക്ഷെ സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര സൗണ്ട് എഞ്ചിന്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ആ ബായിനോട് ബൈന്നും പറഞ്ഞു പിന്നെ നമ്മൾ പോയത് ഷാർജ ഇൻഡസ്ട്രിയൽ 4 അവിടെ പോയപ്പോ നമ്മളൊരു ചങ്ങായി ഉണ്ട് അവിടെ. അപ്പൊ അവൻ്റെ അടുത്ത് നല്ലൊരു വണ്ടി ഉണ്ട് കാരണം ഓനെയും കൂട്ടിയിട്ട് നമുക്ക് അറിയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. നല്ല അടിപൊളി വർക്ക്ഷോപ്പാണ്. അവിടെ കുഴപ്പമില്ലാത്ത സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി നേരെ അങ്ങോട്ട് എടുത്തു. ഇവിടെ യുഎഇയിൽ ആര് വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ ചെക്കിങ് മസ്റ്റാണ്. ചെക്ക് ചെയ്യാതെ വണ്ടി എടുത്തുകൊണ്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പണി കിട്ടിയിട്ടുള്ളൂ. വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ചെക്ക് ആക്കിങ്ങാണ്ട് വർക്ക്ഷോപ്പത്തെ ആളെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുന്നിട്ടോ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. പ്രത്യേകിച്ച് അമേരിക്കൻ വണ്ടികൾ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇതുമ്മക്കൂടെ പല കളികളും നടക്കുന്നുണ്ട്. പിന്നെ പോരാത്തിന് ഇതിന്റെ കിലോമീറ്റർ മറിക്കും. അപ്പൊ നമ്മൾ നല്ലോണം ചെക്ക് ആക്കിയാണ്ട് നമുക്ക് അറിയുന്ന ഒരാളെ കൂട്ടിങ്ങാണ്ട് വണ്ടി എടുക്കാൻ പോവുക. അങ്ങനെ ഇനി ഇതുമ്മ കൂടെ കുറച്ച് അല്ലറ ചില്ലറ ചെറിയ പണികളൊക്കെ ഉണ്ട്, പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വന്നിക്കണേ നമ്മളെ ഏരിയ 4 ബുർജ് മലബാർ ആട്ടോ മെയിൻ്റെനൻസിലാണ് നമ്മൾ വന്നിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഈ വണ്ടിയുമ്പോൾ ചെറിയ ചെറിയ പണികളോടെ ഉണ്ട്, ഒരു ഡീപ്പ് ക്ലീനിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ വേണ്ടി പേരിക്കാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കുക. അപ്പോൾ ഓക്കെയാണ്, സെറ്റ്